മൂന്നാറിൽ വ്യാജ പട്ടയങ്ങളുണ്ടെന്ന് ആവർത്തിച്ച് മുൻ ഡെപ്യൂട്ടി തഹസിൽദാർ MI രവീന്ദ്രൻ. അനധികൃതമായി ഭൂമി കൈവശപ്പെടുത്തിയ നിരവധി ആളുകളുണ്ട്. CBI തന്നെ ഇക്കാര്യം അന്വേഷിക്കണം. രവീന്ദ്രൻ പട്ടയത്തിന്റെ രേഖകൾ ഓഫീസിലില്ല. പട്ടയം വിതരണം നടത്തിയതിൽ തനിക്ക് വീഴ്ച പറ്റിയിട്ടില്ല. വീഴ്ച റവന്യൂ വകുപ്പിനാണെന്നും രവീന്ദ്രൻ കുറ്റപ്പെടുത്തി. പട്ടയവുമായി ബന്ധപ്പെട്ട് തന്റെ പേര് ദുരുപയോഗം ചെയ്തതിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും രവീന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ MI രവീന്ദ്രൻ വിതരണം നടത്തിയ പട്ടയവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നൽകിയിരുന്നു. അതിൽ നടത്തിയിരിക്കുന്ന 530 പട്ടയങ്ങളും വ്യാജ പട്ടയങ്ങളല്ല. ആ പട്ടയങ്ങൾ എല്ലാം തന്നെ നിയമസാധുതയുള്ളതാണ്. പക്ഷേ വിതരണം നടത്തിയതിലെ അർഹത ഇല്ല എന്നുള്ള ഒരു കാരണം മാത്രമാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് തന്നെയാണ് MI രവീന്ദ്രൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നമ്മോട് കൂടെയുണ്ട്. മൂന്നാറിൽ വ്യാജ പട്ടയങ്ങളും സർക്കാർ ഭൂമി അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്നവരും ധാരാളമുണ്ട്. ഈ മൂന്നാറിലെ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കണമെങ്കിൽ CBI തന്നെ വേണം. CBI വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവില്ല. മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. സാറിന്റെ ഒപ്പും സീലും ഉപയോഗിച്ച് വ്യാജ പട്ടയം രവീന്ദ്രൻ പട്ടയം എന്ന പേരിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതിലിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എന്റെ ഓഫീസിൽ ഞാൻ പട്ടയത്തിൽ വെച്ചിരുന്ന രാജാക്കന്മാരുടെ കാലത്തെ സീല് അത് ഞാൻ ചാർജ് കൊടുത്തു പോകുന്നതിന് പിന്നെ മോഷ്ടിക്കപ്പെട്ടു. ആ മോഷ്ടിച്ച സീൽ ഉപയോഗിച്ചാണ് ഈ വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ രവീന്ദ്രൻ പട്ടയന്റെ യഥാർത്ഥ രേഖകളൊന്നും ആ ഓഫീസിൽ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ എവിടെയും പറയാം, എനിക്കൊരു വീഴ്ച പറ്റിയിട്ടില്ല. എന്റെ 530 പട്ടയത്തിൽ ഒരു പട്ടയം പോലും വ്യാജനില്ല. ഈ മുമ്പൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു, ഈ പേര് രവീന്ദ്രൻ എന്നുള്ള പേര് ഈ പട്ടയവുമായി ബന്ധപ്പെട്ട് ദുരുപയോഗം ചെയ്തു. അതിനെതിരെ ഈ പട്ടയം ക്യാൻസൽ ചെയ്ത ഉത്തരവിൽ, സർക്കാർ ഉത്തരവിൽ പറഞ്ഞത് രവീന്ദ്രൻ പട്ടയം നട്ടിരിക്കുന്നു. അതൊരിക്കലും ശരിയല്ല. കാരണം കേരള ഭൂമിപതി നിയമത്തിൽ രവീന്ദ്രൻ പട്ടയം എന്നും പറഞ്ഞൊരു പട്ടയം ഇല്ല. അപ്പോൾ അത് പല നിയമവിദഗ്ധരും പറഞ്ഞ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറഞ്ഞു. സർക്കാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വ്യാജ പട്ടയങ്ങൾ ഇല്ല എന്നുള്ളത്. അതിനെ പൂർണ്ണമായും നിഷേധിക്കുന്നു. മൂന്നാറിൽ വ്യാജ പട്ടയങ്ങളുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.